അപ്പോൾ ഗൈസ് ഞാൻ ഒരു പുളിയഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് എഞ്ചി എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ആദ്യം കുറച്ച് ഉലുവ ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പോൾ ഇത് ഏകദേശം കൊടുക്കാനായി. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഇതേപോലെ ഉരുളിച്ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കൂടുതലും അത് ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കുറുകി വന്നിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ പുളി ഒഴിച്ചത് ഇതാക്കാം കുറച്ച് കട്ടിയിലായി വന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഉരുക്കി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിതുവരെ എരിവിനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ